ഇന്നേക്ക് 3 ദിവസമായി കിടാവ് കരയുന്ന സൗണ്ട് കേൾക്കുന്നത്. ഏടുന്ന് ഇത് കൂക്കുന്നത് ഇങ്ങനെ? കലീല എങ്ങനെ പറ. എന്ത് പുസ്തകിച്ചാ? കലീല സംഗതി എന്താ അറിയോ, ഇന്നലെ രാത്രി ഞാൻ നിന്റെ പെരൻ്റെയിൽ 2:30 മണിക്ക് നടന്നുകൊണ്ട് വരുന്നഞ്ഞി. അപ്പോൾ എന്തെങ്കിലും ആടുന്നൊരു കിടാവ് കരയുന്നൊരു സൗണ്ട് കേട്ട്. അപ്പം നിന്നെ വിളിക്കാന്നിരിച്ചു. അപ്പോൾ രാത്രിയല്ല, രാത്രി നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല, വിളിക്കാതെ. ഏടുന്ന് സൗണ്ട് കേട്ടിട്ടുണ്ടായി പുസ്തകിച്ചാ? തെങ്ങിൻ്റെ സൈഡിൽ നിന്ന് കേട്ടോണ്ട് അത് എന്തിട്ട് അറിഞ്ഞില്ല. പ്രേതത്തിൻ്റെ അകത്ത് ഉപദ്രയ ആരെങ്കിലും അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണം. എനിക്കെന്തെങ്കിലും പരിഹാരം ഉണ്ടോ പുസ്തകിച്ചാ? നമ്മളവിടെ ഒരു ശംഭു ജോയ്സറിട്ടുണ്ട് കലീല. നല്ല മനുഷ്യനാണ് അയാൾ. കുറേ എങ്ങനത്തെ പ്രേതത്തിനെ വേണമെങ്കിൽ എടുത്തിന്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നിന്റെ പേർക്ക് ഞാൻ രാവിലെ അയക്കാം. അപ്പം നിങ്ങൾ നാളെ ഇങ്ങോട്ട് അയക്കി. അതെ, എന്തെങ്കിലും പരിഹാരം ആക്കണമല്ലോ. പേടിയാന്ന്. ശംഭു ജോയ്സറേ, ബരി. നിങ്ങളാ ഫോൺ വിളിച്ചത്? ഒക്കെ ജോയ്സറേ, ഞാൻ എന്നെ ഫോൺ ആക്കിയത്. രാത്രി കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നല്ലേ, അത് ഏടുന്ന്? അതാ തെങ്ങിന്റെ മെത്ത് നിന്ന്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര സൗണ്ട്, കിടാകരയുന്ന പോലെ. ഞങ്ങൾക്ക് പേടിയാന്ന്. ഒന്ന് പരിഹാരമാക്കി തരോ ആബ? കുറച്ച് ചെലവുണ്ട്. എത്ര ചെലവാകും ജ്യോതിഷറെ? കുറച്ച് ചെലവുണ്ട്. ഞാൻ 1 ലക്ഷം രൂപ ശരിയാക്കി തരാം. ജോയിഷറെ, ഞാൻ ലോൺ എടുത്തിന് 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപ എൻ്റെ അടുത്തുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തരാം. എങ്ങനെയെങ്കിലും പരിഹരിച്ചു തരും ജോയിഷറെ. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പേടിയാന്ന്. പ്രേതം കൂടിന എന്തായാലും എനിക്ക് തന്നെ അറിയാല. ഇത്ര കൊല്ലം ഉണ്ടായിട്ടാ ഇവിടെ. ഇത് ഫസ്റ്റ് ടൈം. ഒന്ന് ശരിയാക്കി തരും. എല്ലാം ശരിയാക്കിനി. ആ തെങ്ങിലേക്ക് കയറാൻ കയ്യ, തേങ്ങ പറിക്കാൻ കയ്യ. ആ ജോയിഷറെ, ഓളെന്ത് പകാൽ തന്നെ ഫോൺ ആക്കുന്നേ? ഹലോ, എന്താണ്? തെങ്ങിന്റെ കൊടിക്ക് കേറിന്. തെങ്ങിന്റെ കൊടിക്ക് കയറിയിട്ടുണ്ടാ? തെങ്ങിന്റെ കൊടിക്ക് കയറിയിട്ടുണ്ടാ? 1 ലക്ഷം രൂപ ചെലവിട്ടിന്. തെങ്ങിന്റെ കൊടിക്ക് കയറിയിട്ടുണ്ടാ? അമിച്ചാ കയറിയിട്ടുണ്ടോ തെങ്ങിലേക്ക്? അമിച്ചാ കയറിയിട്ടുണ്ടോ തെങ്ങിലേക്ക്? ഹലോ, ഫോണ് കിട്ടീന? മുമ്പാഴ്ച എൻ്റെ തെങ്ങിന്റെ കൊടിയിലുണ്ടായി. 3 ദിവസം മുന്നേ ഞാൻ ഇവിടെ തേങ്ങ പറിക്കാൻ വന്നിട്ടുണ്ടായല്ലേ. ഫോണ് തെങ്ങിന്റെ കൊടിയിൽ ബാക്കിയായി. രാത്രി ഞാൻ കുറേ കോളാക്കി. ബയ്യങ്ക് ഓർമ്മയാണ് തെങ്ങിന്റെ കൊടിയിൽ ബാക്കിയായിരുന്നു. എൻ്റെ 1 ലക്ഷം